Then the next one. So, Mary goes to school. Mary is going to school. Mary goes to school. It's a regular habit for her. She is a student by profession. Second, Mary is going to school means at the time of telling, I can see her walking. Maybe the action is in progress, maybe with a sachet on her back. Third, Mary has gone to school. Mary has gone to school. What do you mean by? This is where we have to stop for a while. Has and have are called helping verbs. Has and have are called, what do you mean by helping verbs? It helps another verb to get some meaning. She has completed her homework. Complete is the verb. Has is the helping verb. She has just completed her homework. I have had a tea just now. I have had a tea just now. Ippa kalichade ullu. But she had a tea yesterday evening. She had a tea. അപ്പോൾ നമുക്ക് has and have-നെ എന്തു പേര് പറയാം? Helping verbs. Or in other words, it is called auxiliary verb. Means incomplete verb. Auxiliary, A-U-X-I-L-I-A-R-Y. Auxiliary verb. So incomplete verb. So has and have two meanings, two epithets like helping verbs and auxiliary verbs, and both of them have only one past tense, had. So I can say I had an ambassador car, meaning I once owned an ambassador car, meaning I don't have it anymore. That's the meaning. അപ്പോൾ നിങ്ങൾ ഓർമ്മയിരിക്കണം, ഹാസ് ആൻഡ് ഹാവ് ഹെൽപ്പിംഗ് വെർബായിട്ടും the last sentence ഞാൻ used as a regular verb. I had an ambassador car, meaning I owned an ambassador car. So this word is tricky. These two letters are the most difficult ones sometimes. For example, I had my shower in the morning. I had my shower, or I had a shower in the morning. I had my breakfast today means ate, completed. So this could be a helping verb, and at times it could become a regular verb as well. Okay? Suppose I should ask you, did you have your lunch? What is your answer? Yes, I had. Okay? ഇനിയും ആ ആക്ഷൻ കുറച്ചുകൊടുത്തായിട്ട് ഒന്ന് വൈകിട്ടത്തെ ചായ കുടിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇപ്പോഴല്ലേ, ഈ അടുത്ത സമയത്ത്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, ഹാവ് യു ഹാഡ് യുവർ ടീ? കഴിച്ചിട്ടുണ്ടോ, കഴിച്ചോ, അതാണ് വ്യത്യാസം. കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? ദാറ്റ് മീൻസ് ഇഫ് യു സേ യെസ് ഐ ഹാവ്, ഇറ്റ് ഈസ് റെഡി വിത്ത് മീ. ഡിഡ് യു കംപ്ലീറ്റ്? യെസ് ഐ ഡിഡ്. അപ്പോൾ അത് തലേ ദിവസമോ രാവിലെ എപ്പോഴോ. അപ്പോൾ ആക്ഷൻ പുറകോട്ടിട്ട് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലും വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്ന് പറയുകയാണെങ്കിൽ ഹാസും ഹാവും ഉപയോഗിക്കണം. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട്. ബട്ട് ദാറ്റ് വാസ് വേ ബാക്ക് ഇൻ ദ 1970s. ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട്. എങ്ങനെ പറയും? ഹാഡ് വേണ്ട. എന്തോന്ന് ഹാഡ്? ഐ ഹാവ് ബീൻ ടു കാശ്മീർ. അത്രയും മതി. ഞാൻ പോയിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്? ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു കാശ്മീർ. ഐ ഹാവ് വിസിറ്റഡ് കാശ്മീർ. ബട്ട് ഐ വിസിറ്റഡ് കാശ്മീർ ഇൻ ദ 70s. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ ആവശ്യമില്ലാതെ നിങ്ങൾ കയറി ഹാഡ് കയറി ഒരു വഴിക്ക് പോകുന്നതല്ലേ ഇതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുക്കരുത്. യെസ്, ദിസ് ഇസ് വെരി. ഇപ്പം ഞാൻ പറയട്ടെ, വാട്ട് ഇസ് യുവർ നെയിം? ധന്യ. ധന്യയുടെ അച്ഛന് ഒരു പ്ലോട്ട് മേടിച്ചു. തെന്നിക്ക് ചിലപ്പോൾ തരാനായിരിക്കും. അപ്പോൾ അത് മേടിച്ചേക്കും 10 വർഷം മുമ്പ് കരുതി കൂട്ടി മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ധന്യയുടെ വിവാഹ സമയത്തുള്ള അച്ഛൻ്റെ ഒരു എക്സ്ട്രാ ഇതായിട്ട്. അപ്പോൾ ധന്യ പിന്നെ വാട്ട്സ് യുവർ നെയിം? അഞ്ജലിയോട് പറഞ്ഞു, ലുക്ക്, എൻ്റെ അച്ഛൻ എനിക്കൊരു പ്ലോട്ട് മേടിച്ചിട്ടുണ്ട്. മൈ ഫാദർ ഹാസ് ബോട്ട് എ പ്ലോട്ട്. മീൻസ് ഈവൻ നൗ ഇറ്റ് ഈസ് ഇൻ ഹിസ് പൊസഷൻ. It is ready even at the time of speaking, although he bought it when she was in grade 1 or 2. മനസ്സിലാക്കണം, ആ ആക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ അർജുൻ്റെ വാട്ട്സ് യുവർ ഡിസിപ്ലിൻ? എഞ്ചിനീയർ ആണോ? ബി ഇംഗ്ലീഷ്. ഓ മൈ ഗോഡ്. പിന്നെ എഞ്ചിനീയേഴ്സ് ആരുണ്ട് ഇതിനകത്തിൽ? ഓക്കെ, എഞ്ചിനീയർ. ഇപ്പോൾ ഞാൻ പറയാം, വാട്ട്സ് യുവർ നെയിം?
ബിമൽ ഇപ്പം SCT പാസ് ഔട്ട് ആകാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു ഡിസംബറിലെ ഫോൾ സീസണോടുകൂടി യു ആർ സെയിങ് ബൈ ബൈ. അപ്പോൾ പോയിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടു പറയും, സാറേ എനിക്കൊരു ടെസ്റ്റിമോണിയൽ വേണം. അപ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു എനിക്ക് ബിമലിനെ കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം. എങ്ങനെ എഴുതും? എനിക്ക് ബിമലിനെ കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം. ഇത് ഏത് വർഷമാണ്? 2020. പറഞ്ഞേ, എനിക്ക് ബിമലിനെ കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം. കറക്റ്റ്, അത് വേണം. എന്തുകൊണ്ട്? അവിടെയാണ് നമ്മുടെ ഗ്രാമർ വരേണ്ടത്. ഐ ഹാവ് നോൺ ഹെർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് മുതൽ ഇപ്പോൾ ഉള്ള പ്രസന്റ് കൂടെ ബന്ധിപ്പിച്ച് പറയുന്നുകൊണ്ട് ഐ ഹാവ് നോൺ ഹെർ. അല്ല ഐ നോ ഹിം ഫോർ ദ ലാസ്റ്റ് 5 years എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്. ഐ നോ ഹിം ലാസ്റ്റ് 5 years എന്ന് പറയരുത്. ഐ നോ ഹിം, ദാറ്റ്സ് ഇനഫ്. എനിക്ക് അവനെ അറിയാം. അല്ലാതെ നിങ്ങൾ ഐ നോ ഹിം സിൻസ് 20 എന്താ പറഞ്ഞ ഐ നോ ഹിം സിൻസ് ലാസ്റ്റ് ഇയർ എന്നും പറയരുത്, മണ്ടത്തരമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഐ ഹാവ് നോൺ ഹിം സിൻസ് ലാസ്റ്റ് ഇയർ. ഞാൻ രാവിലെ മുതൽ പച്ചവെള്ളം പോലും കഴിച്ചിട്ടില്ല. ഹൗ ഡു യു സേ? ഒത്തിരി ആലോചിക്കണ്ട, പെട്ടെന്ന് പറ. I haven't eaten anything since morning. That means you are touching ആ പാസ്റ്റ് മുതൽ ഈ വരെയുള്ള സമയത്ത് ഒന്നും എടുത്തിട്ടില്ല. You are covering a long period of time. അവിടെയാണ് നമ്മൾ ഹാവ്. ഇപ്പം ഞാൻ വണ്ടർല കണ്ടു, 2010 കാണുന്നു വിചാരിച്ചു. ഇപ്പോൾ 9 വർഷമായി. ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഫിലിം കണ്ടിട്ടുണ്ട്, 19 വർഷമായി. അപ്പോൾ ഹൗ ഡു യു സേ ദാറ്റ്? കണ്ടിട്ടുണ്ട്, കണ്ടു, അതെങ്ങനെ പറയാം? കണ്ടിട്ടുണ്ട്, ഹൗ ഡു യു സേ ദാറ്റ്? I have seen, I have watched Titanic, but I watched about 30 years ago or 25 years ago. അതാണ് അതിൻ്റെ വ്യത്യാസം, ഇല്ലേ? യെസ് ഓർ നോ? സംശയമുള്ള ചോദിക്കണം, അവിടെ ക്ലിയർ ആക്കണം. ദിസ് ഈസ് ദ ഏറ്റവും സ്റ്റിക്കിംഗ് പോയിന്റ് ആണ് ഇത്. പിള്ളേർക്ക് സംശയമുണ്ട്, കാരണം ദർ ആർ നോ ക്ലിയർ ബൗണ്ടറീസ്. വി കനോട്ട് ബ്ലെയിം ദം ബിക്കോസ് ദീസ് ആർ ഓൾ വെരി മൈന്യൂട്ട് ഡെലിക്കേറ്റ് ഏരിയാസ് വെയർ യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട്. കഴിഞ്ഞ പാസ്റ്റിലാക്കി ചോദിക്കുക, ഡിഡ് യു ഹാവ് യുവർ ലഞ്ച് യെസ്റ്റർഡേ? അല്ലെങ്കിൽ ഏർലി പുറലോട്ട് മാറ്റിയിട്ട് ചോദിക്കുകയാണ്. അതേസമയത്ത് ലഞ്ചിൻ്റെ സമയത്തിന് 1:30 കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ കഴിച്ചോ എന്നല്ല ചോദിക്കുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. പഴയ കാലത്തിലേക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്? തെറ്റില്ല. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? മനസ്സിലായോ ഡിഫറൻസ്? യെസ് ഓർ നോ? ചോദിക്കുന്ന ഉത്തരം പറയണം. ക്ലിയർ? സംശയം കൊണ്ട് ചോദിച്ചു, അബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾക്ക് അങ്ങനെ യാതൊരു ഇൻഹിബിഷനും വേണ്ട. ഇനിയിപ്പോഴേ ഞാൻ കഴിഞ്ഞ 1 മാസത്തിൽ നിങ്ങളുടെ ഓഫീസിൽ ചോദിക്കാറുണ്ട്, നീ കഴിഞ്ഞ മാസത്തിൽ എത്ര പ്രാവശ്യം ആബ്സെൻ്റ് ആയിരുന്നു? കഴിഞ്ഞ മാസത്തിൽ എത്ര പ്രാവശ്യം ഓഫീസിൽ ആബ്സെൻ്റ് ആയിരുന്നു? എങ്ങനെ ചോദിക്കും? പറഞ്ഞു. ഹൗ മെനി ടൈംസ് ഹാവ് യു ബീൻ ആബ്സെൻറ്റ്? വേർ യു ആബ്സെൻ്റ് എന്നല്ല, ഇതുവരെ. അപ്പോൾ ഞാൻ പറയാം, ഇപ്പം അർജുൻ 2 പ്രാവശ്യം ക്ലാസ്സിൽ വന്നില്ല. സോ വി ക്യാൻ സേ ഹി ഹാസ് ബീൻ ആബ്സെൻറ്റ് twice in the last month. അല്ലെങ്കിൽ so far in the last month എന്ന് പറയുന്നതിനെ കുറച്ചുകൂടെ പുറകെ. so far, ഇതുവരെ, ഇന്ന് വരെ. അപ്പോൾ ഇതുവരെ കണക്കിലെടുത്ത് പറയുകയാണെങ്കിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ ഉപയോഗിച്ചോണം, ഡിപ്പെൻഡിങ് ഓൺ സബ്ജക്ട്. അതല്ല പുറകോട്ട് മാറ്റിയിട്ട് പറയുന്നത് ഇൻ നവംബർ യു ആർ ആബ്സെൻറ്റ് ട്വൈസ്. കറക്റ്റ്. അവിടെ കയറി he has been absent twice in November എന്ന് പറഞ്ഞാൽ തെറ്റുമാണ്. മനസ്സിലായല്ലോ? യെസ് ഓർ നോ? നിങ്ങൾ തലയങ്ങോട്ട് കുലുക്കുന്നില്ല. സംതിങ് ഈസ് ബ്ലോക്കിംഗ്, യു നോ. ഓക്കെ, ക്ലിയർ? റൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഗോട്ട് ഇല്ലേ എസ് ഔട്ട്. അങ്ങനെ സ്മാർട്ടായിട്ട് വരണം. ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കണം. ഓക്കെ, റൈറ്റ്. സോ മേരി ഗോസ് ടു സ്കൂൾ, റെഗുലർ ഹാബിറ്റ്. ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. മേരി ഈസ് ഗോയിങ് ടു സ്കൂൾ. She is going, I can see her walking. And the third one, I stopped where? Yes, she has gone to school, means at this time I don't see her anymore. She may be on her way to school
or has reached the school. She may be on her way to school or has reached the school. Yes or no? ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാശ്മീരിൽ പോയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു? Why do you ask that question? Why don't you ask, did you go to Kashmir? ജസ്റ്റ് പോയിട്ട് വരുന്നതല്ല, ഇതുവരെ യു ആർ കൺസിഡറിങ് ദ മൊമെന്റ് റൈറ്റ് അപ് ടു ദിസ് ടൈം. ഹിന്ദിയിലാവ് പറയുന്നത് കറക്റ്റായിട്ട് പറയാം. തുമാര ജിന്ദഗി മേ കഭി കാശ്മീർ ഹോക്കെ ആയാ ക്യാ എന്ന് ചോദിക്കാറുണ്ട്. തുമാര ജിന്ദഗി മേ കഭി കാശ്മീർ ഹോക്കെ ആയാ ക്യാ, ഹോക്കെ ആയാ ക്യാ, ഹിന്ദിയിൽ അത് കറക്റ്റായിട്ട് വരും. ഹാവ് യു ബീൻ ടു. നമ്മൾ ചോദിക്കുന്നത് പോയോ എന്നേ ഉള്ളൂ, വരുന്ന കാര്യം ചോദിക്കാറില്ല. നീ പോയോ? ഡിഡ് യു ഗോ? ഹാവ് യു ഗോൺ ദേർ? യു ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹാവ് യു, പിന്നെ വരുന്ന കാര്യം പറയുന്നില്ല. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഹാസ് ആൻഡ് ഹാവ് ക്ലിയർ ആയേ ഇല്ലേ? രാവിലെ മുതലേ മഴ പെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ പറയും അനന്തു? ഇട്ടിടണം. ഇറ്റ്സ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞ്. ഇറ്റ് ഹാസ് ബീൻ, അതാണ് ഞാൻ ഇറ്റ്സ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഹാസ് ബീൻ എന്നും പറയും. ഇറ്റ്സ് ബീൻ റെയിനിങ്, സ്പോക്കൺ ലാംഗ്വേജ്. ഇറ്റ്സ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? I've been learning English since my childhood. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്കിംഗ് ഫോർ 2 years. 2 വർഷം വർക്ക് ചെയ്ത് വിട്ടു. I worked there for 2 years and left. I worked there. ഞാൻ മദ്രാസിൽ 2 വർഷം ഉണ്ടായിരുന്നു പണ്ട്. I lived in Madras for 2 years. പക്ഷേ ഞാൻ മദ്രാസിൽ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. I've been living there. Now the question is, ഇനി നിങ്ങളോട് ഒരു ചോദ്യം എനിക്ക് മറിച്ച് ചോദിക്കാനുണ്ട്. Where do you come from? ഇപ്പോൾ വരുന്നത് where do you come from? നാലഞ്ചിറ എന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ അവിടെ കഴിഞ്ഞ 20 വർഷമായിട്ട് താമസിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? I have stayed at Nalanchira for the last 20 years. ഞാൻ അവിടെ 20 വർഷത്തോളമായി താമസിച്ചുകൊണ്ടിരിക്കുന്നു. I have been staying there at Nalanchira. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ പഠിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് ദ ടൈം. പിന്നെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്, യു ആർ ഓൾസോ കോൺഷ്യസ് അബൌട്ട് ദ ആക്ഷൻ. അപ്പം ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് 20 years. In fact, I taught for 20 years. I have taught for 20 years. അപ്പോൾ അവിടെ ഞാൻ ആ രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ കരുതി? എനിക്ക് ആ വർഷത്തിൻ്റെ ഇതാണ്. I have taught for 20 years. I have been teaching എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? യെസ് എന്ന് പറയണം, തല കുലുക്കരുത്. യെസ് സർ. Okay, I hope it's clear. Okay, so Mary goes to school. It's a habitual action. Mary is a student by profession. Mary is going to school. I can see her walking with a sachet on her back. And after a while I didn't see her. Then I can say Mary has gone to school. She is not at home. I talked to her mother. She may be either on her way or has reached the school. പിന്നെ അടുത്ത എന്താണ്? മേരി ചെറുപ്പം മുതലേ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക. Mary has been going to school since her childhood. Since എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന സമയം മുതൽ എൻഡിങ് പറയുന്നില്ല. For എന്ന് പറയുമ്പോഴോ ഒരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം. I waited for you yesterday for 2 hours. ഇന്നലെ ഞാൻ നിനക്ക് 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. I was in the hospital for 2 days with a fever. I was in the hospital for 2 days. ഞാൻ ഇതുവരെ 2 ദിവസമായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. I have been in the hospital for 2 days. അത് മനസ്സിലാക്കണം. I have been in the hospital എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് 2 ദിവസം, ഇനി എത്ര ദിവസം കിടക്കുമെന്ന് നമുക്കറിയാൻ വയ്യ, അതുകൊണ്ട് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ആ കാലങ്ങളെ മനസ്സിലാക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എനി ക്വസ്റ്റ്യൻസ്?
have been waiting. ആ കഴിഞ്ഞ കാര്യത്തിനല്ല ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അനന്ത് എവിടെ താമസിക്കുന്നത്? വർക്കല അല്ലെങ്കിൽ പട്ടം എവിടെയായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാച്യൂലായിട്ട്. അപ്പം ഞാനിവിടെ 15 വർഷമായിട്ട് താമസിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് സ്റ്റേഡ് അറ്റ് സ്റ്റാച്യൂ ഫോർ ദ ലാസ്റ്റ് 10 years. ഞാൻ 10 വർഷത്തോളം അല്ലെ 15 വർഷത്തോളമായിട്ട് സ്റ്റാച്യൂവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ. പിന്നെന്തോ സംശയം? എന്തോ സ്ഥലത്ത് ഓക്കെ ഓക്കെ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് 2 മാസമായെന്ന് പറയാം. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ എ സ്റ്റുഡൻറ്റ്, നോട്ട് ഐ ആം എ സ്റ്റുഡൻറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ ഫോർ 2 months എന്ന് പറയരുത്. I have been a student, because you are connecting the time when you joined the institution and the time when you are here. അവിടെയാണ് have been, has been ഉപയോഗിക്കേണ്ടത്. It has been a wonderful journey എന്ന് പറയാറുണ്ട്. അത് ഇതുവരെയുള്ള സമയങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പാസ്റ്റോടെ കണക്ട് ചെയ്ത് പറയാണ്. Hope it's clear. Any other questions? ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുള്ള അർത്ഥം അല്ലേ? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ടാണിത്. യെസ് ഓർ നോ? ഐ ഹാവ്. അത് ഇവരെ ഇപ്പം ഞാൻ പറയട്ടെ, ഇതിനകത്ത് എത്ര പേജ് എഴുതി? 10 പേജ് എഴുതി, 3 പേജ് എഴുതിയെന്ന് വെച്ചു ഇതുവരെ. സോ ഫാർ ഐ ഹാവ് കംപ്ലീറ്റഡ് 3 pages. അപ്പോൾ മനസ്സിലായോ? ഇതുവരെ ഈ മൊമെൻ്റ് വരെ ഞാൻ 3 പേജ് എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഐ ഹാവ് കംപ്ലീറ്റഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കംപ്ലീറ്റ് ഈ സാധനം കയ്യിലുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം താങ്കൾ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഡിഗ്രി മീൻസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് യു ഹാവ് ദ ഡിഗ്രി വിത്ത് യു. So we have to differentiate between have and have been. Have been, have ഒന്നും ഈ ഗ്രാമർ എവിടെയാണ് പഠിച്ചത്? അത് ഈ സാറുമാർ പഠിപ്പിച്ച് കുളമൊക്കെ കേൾക്കുന്നത്. നമ്മൾ വെളിയിലത്തെ സിസ്റ്റം ഉണ്ടല്ലോ. ഐ എം ഫെമിലിയർ വിത്ത്, ഐ വാസ് ഇൻ നൈജീരിയ, സൗദി അറേബ്യ, ലണ്ടൻ ആൻഡ് UAE. ഇവിടെ ഒന്നും ഗ്രാമർ പഠിപ്പിക്കാറില്ല. 4ാം ക്ലാസ് വരെ ഗ്രാമർ പഠിപ്പിക്കാറില്ല. 5ാം ക്ലാസ് മുതൽ അവർ പിടിക്കും. 4ാം ക്ലാസ് വരെ എന്താ പിന്നെ പഠിപ്പിക്കുന്നത്? ടോക്ക്, സംസാരിക്കുക. അവർ ഐ വെൻ്റെന്ന് പറയും, നോ പ്രോബ്ലം. ആരും പണിഷ് ചെയ്യാൻ പോകുന്നില്ല ഒരിക്കലും. എന്നോട് പല പേരൻസും, സാറേ ഡു യു ടീച്ച് ഗ്രാമർ? ഐ സെഡ് ഐ ഡോണ്ട് ടീച്ച് ഗ്രാമർ, ഐ ടീച്ച് ഇംഗ്ലീഷ്. ഐ ഹേറ്റ് ഇറ്റ് ടീച്ചിങ് ഗ്രാമർ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓഫ് ദ ട്രാക്ക് വിടുന്നത്. ഈ പെണ്ണുങ്ങൾ ഒരു 99% ടീച്ചേഴ്സ് പെണ്ണുങ്ങൾ, അവർ CAT ക്യാറ്റ്, ഐ ആം എ ബോയ്, യു ആർ എ ബോയ്, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ല പഠിപ്പിക്കുന്നത്. ലെറ്റ് ദം ടോക്ക്, ആസ്ക് ദം ടു റീഡ് ബുക്സ്, പ്ലേ ദം മ്യൂസിക്. അവരെ പാട്ടിൽ കൂടെ ഐ ടീച്ച് ദം മ്യൂസിക്. ഞാൻ പോയിട്ട് പോപ്പ് സോങ്സ് ഇട്ടിട്ട് ഞാൻ ക്ലാസ് പഠിക്കാറുണ്ട്. ഐ ഹാവ് എ പ്രോഗ്രാം. എനിക്ക് വേറെ 17th ഇവിടുത്തെ ഒരു കോളേജിലൊരു പ്രോഗ്രാം ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്. പിന്നെ ഇവിടെ നിങ്ങളുടെ കോളേജ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നത്. സോ നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് പാട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനമുണ്ട്? യു വിൽ ഗെറ്റ് ഗുഡ് പ്രൊനൗൺസിയേഷൻ. ഐ ഹാവ് എ ഡ്രീം എന്നൊരു പാട്ടുണ്ട്, അറിയാമോ? കേട്ടിട്ടുണ്ട് അല്ലേ? മാർട്ടിൻ ലൂതർ കിങ് സ്പീച്ച് ഈസ് ദെയർ. ഐ ഹാവ് എ ഡ്രീം. One day my 4 little children will sit around the table of brotherhood and they will not be judged by the color of the skin, but by the content and character. That's a different speech altogether. But I am not talking about it. There is a famous song by ABBA. I have a dream, a song to sing, to help me with, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കാനാണ് ഈസി എന്ന് പറയും. അപ്പോൾ ഐ ഹാവ് എ ഡ്രീം എന്നല്ല, ഐ ഹാവ് എ ഡ്രീം, എ സോങ് ടു സിംഗ്, ടു ഹെൽപ്പ് മീ കോപ്പ് with anything. If you see the wonder of a fairy tale, you can see the future even if you fail. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ അതിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്നത് നിങ്ങൾ CAT ക്യാറ്റ് റാറ്റ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ദേ വിൽ സിംഗ് അലോങ്. വാട്ട്സ് ദ യൂസ് ഓഫ് ദ നഴ്സറി റൈം? ഞാൻ ഐ എം എ ടീച്ചർ ട്രെയിനർ, ഐ ഗോ ടു ഡിഫറെൻറ്റ് സ്കൂൾസ്. അപ്പോൾ ഒരു സ്കൂളിൽ ഞാൻ പോയപ്പോൾ അവർ ഒത്തിരി സാറുമാരുണ്ട്, അവിടെ പഠിപ്പിക്കുകയാണ്. എന്താ കിൻഡർ ഗാർട്ടനിൽ 1 2 3 4 5 1 I caught a fish, എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? 1 2
3 4 ആ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ പറഞ്ഞ 1 2 3 എന്നല്ല 1 2 3 4 once I caught 4 5 once I caught a fish alive 6 7 8 9 10 then I let it go again about go again. This is the problem. Which finger did it bite? The little finger on my right. Why did you let it go? Cause it bit my finger so. അപ്പോൾ അത് പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കാനാണ് ഇത് തരുന്നത്, അത് പഠിപ്പിക്കത്തില്ല. Anyway, that's secondary aspect. Now let's come back to the present. So it's quite clear, is it? Yes. Okay. Now let me just okay. So thank you. Yes.